അപ്പോൾ ഇതിനു മുൻപ് ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പിനെ പറ്റി, ഉണക്കമുന്തിരിയെ പറ്റി, ബദാം പരിപ്പിനെ പറ്റിയിട്ട് എല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തൊട്ട് മുമ്പ് അത്തിപ്പഴത്തിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. എല്ലാം കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേ ഉലുവയുടെ ഗുണങ്ങളെ പറ്റി പറയാം. ഉലുവയ്ക്ക് ഒട്ടനവധി ഗുണങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയണ്ടാവും, പ്രമേഹത്തിനൊക്കെ വളരെ നല്ലതാണ് അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക, ഏതേത് അവസ്ഥകളൊക്കെ ഇത് ഉപയോഗിക്കാം, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണത്, ആർക്കെല്ലാം ഉപയോഗിക്കാൻ പാടില്ല, ഇതിൻ്റെ പ്രത്യേക ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഉലുവ നമ്മുടെ അടുക്കളയിലുള്ള ഒരു പ്രധാന ഔഷധം തന്നെയാണ്, ആഹാരവുമാണ്. മനസ്സിലായോ? നമ്മുടെ ഔഷധങ്ങൾ, അടുക്കളയിലുള്ള മിക്കവാറും സംഗതികളൊക്കെ ആയുർവേദ ഔഷധങ്ങൾ തന്നെയാണ്. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമുക്ക് വിശദാംശങ്ങളിലേക്ക് പിന്നീട് വരാം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഉലുവേനെ പറ്റി പ്രതിപാദിക്കാം. അപ്പോൾ ഉലുവ നമ്മൾ സാധാരണ ഉപയോഗിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 1-2 ടീസ്പൂൺ, മാക്സിമം ഒരു 20 ഗ്രാം വരെ ഒരു ദിവസം ഒരാൾക്ക് ഉപയോഗിക്കാം. അതിൽ കൂടുതൽ വേണ്ട. ധാരാളം ഫൈബർ റിച്ച് ഉണ്ട്, ഫൈബർ കണ്ടന്റ് ധാരാളം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു 20 ഗ്രാമിൽ കൂടുതൽ ഒരു ദിവസം കഴിക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഈ പ്രമേഹത്തിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ തലേ ദിവസം രാത്രി നന്നായിട്ട് കഴുകിയിട്ടേ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു 2-3 ടീസ്പൂൺ ഇട്ട് വയ്ക്കുക, കുതിർത്തി വയ്ക്കുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അത് ഉലുവ ചവച്ചരച്ച് ആ വെള്ളം മീതെ കുടിക്കുകയും ചെയ്യാം. ഇത് നമുക്ക് പ്രമേഹം കുറയ്ക്കുന്നതിനുള്ള സാധ്യത കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ വെറും വയറ്റിൽ കഴിക്കുമ്പോൾ എന്താ ഗുണം വെച്ചാൽ നല്ലോണം ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യും. അപ്പോൾ ഇത് ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമേഹം ഈ പാൻക്രിയാസിൻ്റെ ഹെൽത്ത്, ഡൈജഷൻ, അതുപോലെ ഇൻസുലിൻ പ്രൊഡക്ഷൻ്റെ ബാലൻസ്, ഇതിനൊക്കെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഉലുവ. ഇതിൽ ഫൈബർ ധാരാളം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതുപോലെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഈ സ്ഥൗല്യത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകളൊക്കെ മിക്കവാറും പ്രമേഹത്തിനെയും കുറയ്ക്കും. പ്രമേഹത്തിനെ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളൊക്കെ മിക്കവാറും സ്ഥൗല്യം എന്ന് പറഞ്ഞാൽ ഒബേസിറ്റി, ഓവർ വെയിറ്റ് കുറയ്ക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2-3 ടീസ്പൂൺ നിങ്ങളുടെ ആവശ്യാനുസരണം, ശരീരത്തിൻ്റെ ഭാരം അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ തീവ്രത ഒക്കെ അനുസരിച്ച് ഇത് നിങ്ങൾ 2-3 ടീസ്പൂൺ നിങ്ങൾക്ക് പ്രായത്തിനനുസരിച്ചൊക്കെ നിങ്ങളുടെ അടുത്തുള്ളൊരു ആയുർവേദ ഡോക്ടറെ സമീപിച്ചതിന് ശേഷമുള്ള ഡോസൊക്കെ നിശ്ചയിച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഓവർനൈറ്റ്, അത് ഈ ഓർഗാനിക്കൊക്കെ കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാം. നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത്തെ കാലത്ത്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് കേടുവരാതിരിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രിസർവേറ്റീവ്സോ പെസ്റ്റിസൈഡ്സോ ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ദോഷം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ഇച്ചിരി മഞ്ഞൾ വെള്ളത്തിൽ, ചെറിയ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകി ഒരു 2-3 ടീസ്പൂൺ, ഒരു 1/2 ഗ്ലാസ് മുതൽ 1 ഗ്ലാസ് വെള്ളം വരെ ഒരു രാത്രി മുഴുവൻ സോക്ക് ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെ ചവച്ചരച്ച് വെറും വയറ്റിൽ കഴിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രമേഹം കുറയ്ക്കുന്നതിന് സഹായിക്കും. ഫൈബർ ധാരാളം ഉള്ളതുകൊണ്ട് വിശപ്പിനെ നിയന്ത്രിക്കും. അതിൽ പെട്ടെന്ന് ആ ഷുഗറിൻ്റെ അംശം ബ്ലഡിലേക്ക് അലിയില്ല. അതുകൊണ്ടൊക്കെയാണ് ഈ ഷുഗർ കുറയ്ക്കുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ വെയിറ്റ് കുറയുന്നതിന് സഹായിക്കും. ഇനി മറ്റൊരു സംഗതിയാണ് നമ്മുടെ കൊളസ്ട്രോള് അതിൻ്റെ അലിഞ്ഞു വരുന്നുള്ള ആ ആഗിരണം. കൊളസ്ട്രോളിൻ്റെ അംശം ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് ആഗിരണം ചെയ്യുന്ന ആ പ്രോസസ്സിനെ സ്ലോ ഡൗൺ ചെയ്യും ഉലുവ. അപ്പോൾ അതുകൊണ്ട് തന്നെ സീറം കൊളസ്ട്രോൾ കൂടുതലായിട്ടുള്ളവർക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഹൈ ട്രൈഗ്ലിസറൈഡ് ഒക്കെ ഉള്ളവരില്ലേ, ഇതേപോലെ ഇന്ന് രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറയുന്നതിന് സഹായിക്കും, ട്രൈഗ്ലിസറൈഡ് കുറയുന്നതിന് സഹായിക്കും. അതുപോലെ LDL കൊളസ്ട്രോളാണ് ലോ ഡെൻസിറ്റി ലിപ്പിഡ് പ്രൊഫൈൽ. അത് നമ്മുടെ ഹൃദയത്തിലേക്കുള്ള ചെറിയ ബ്ലഡ് വെസൽസിലൊക്കെ അടിഞ്ഞുകൂടി ബ്ലോക്കുകൾ ഉണ്ടാക്കാനും ഹൃദ്രോഗ സാധ്യത ഉണ്ടാക്കുന്നത് വില്ലൻ ആരാണ്? LDL കൊളസ്ട്രോളാണ്. അപ്പോൾ LDL കൊളസ്ട്രോളിനെയും ട്രൈഗ്ലിസറൈഡിനെയും സീറം കൊളസ്ട്രോളിനെയും കുറയ്ക്കാനായിട്ട് നല്ലൊരു പങ്ക് വഹിക്കും ഈ ഫൈബറും കൂടുതലുള്ള നമ്മുടെ ഉലുവ. മനസ്സിലായോ? ഒപ്പം തന്നെ മറ്റൊരു ഗുണം കൂടി ഉണ്ട്. എന്തെന്നറിയോ? HDL കൊളസ്ട്രോൾ, ഗുഡ് കൊളസ്ട്രോൾ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കൊളസ്ട്രോളുകൾ കൂട്ടുന്നതിനും സഹായിക്കും. അപ്പോൾ പ്രമേഹത്തിന്, ഓവർ വെയിറ്റിന്, അതുപോലെ കൊളസ്ട്രോളിന്, ട്രൈഗ്ലിസറൈഡിന്, LDL കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന്, HDL കൊളസ്ട്രോൾ കൂട്ടുന്നതിന് ഇത് സഹായിക്കും. ഓക്കെ, ഇനി ഇപ്പോൾ പറഞ്ഞില്ലേ ഈ ഹൃദയത്തിലേക്കുള്ള ബ്ലഡ് വെസൽസിലെ ബ്ലോക്ക് ഇല്ലാതാക്കും. ബ്ലഡ് തിന്നിങ് പ്രോപ്പർട്ടി ഉണ്ട് ഇതിന്. ബ്ലഡിനെ തിന്നിയ, അതായത് ഇപ്പോൾ ഹൃദയരോഗികൾക്കൊക്കെ ആസ്പിരിനൊക്കെ കഴിക്കുന്നവരുണ്ടാവും. ആ ബ്ലഡ് തിന്നിങ്ങിന് വേണ്ടിയിട്ടാണ്, ബ്ലഡിൻ്റെ കട്ടി കുറയ്ക്കാനും ആ ഫ്ലോ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ഫംഗ്ഷൻ ഉലുവയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് BP കുറഞ്ഞു വരും, ബ്ലഡ് പ്രഷർ കുറയും. അതുപോലെ തന്നെ ഹൃദയാരോഗ്യം കാത്തുരക്ഷിക്കുന്നതിന് സഹായിക്കും. ഹൃദയത്തിലുണ്ടാകുന്ന റിസ്ക് ഉണ്ടല്ലോ, ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് കുറയ്ക്കുന്നതിന് സഹായിക്കും. അപ്പോൾ എന്തിനൊക്കെയാണ് ഇനി വേണ്ടത്? പ്രമേഹം കുറയും, കൊളസ്ട്രോൾ കുറയും, ട്രൈഗ്ലിസറൈഡ് കുറയും, LDL കുറയും, HDL കൂടും, BP ഉണ്ടാവില്ല, BP കുറയും, ഹൃദ്രോഗ സാധ്യത കുറയും, ഓവർ വെയിറ്റ് കുറയും. പോരെ? ഇത്രയും സംഗതികൾ ഇനിയുണ്ട്. ഇനി പുരുഷന്മാരുടെ ഈ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും, പുരുഷ ഹോർമോൺ വർദ്ധിക്കുന്നതിന് സഹായിക്കും. അതുകൊണ്ട് തന്നെ സ്പേം കൗണ്ട് കൂട്ടുക, സ്പേം ക്വാളിറ്റി, സ്പേം മോട്ടിലിറ്റി കൂടുക. ഇൻഫെർട്ടിലിറ്റി കേസുകളിൽ ആ സ്പേം കൗണ്ട് കൂടുന്നത് വഴി അപ്പോൾ ആ കുട്ടികൾ ഉണ്ടാകാത്തവരൊക്കെ ഇതുപോലെ കഴിക്കുകയാണെങ്കിൽ കൂടുതൽ എഫക്റ്റീവായിരിക്കും. ഹോർമോൺ ലെവൽ കൂടുന്നതിന്, ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂടുക, സ്പേം കൗണ്ട് കൂടുക, മോട്ടിലിറ്റി കൂടുക, അതിനൊക്കെ സഹായിക്കും. അപ്പോൾ ആ ഒരു പർപ്പസിന് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് കഴിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ഒന്ന് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം പിറ്റേന്ന് രാവിലെ അതിലേക്ക് പാലും കൂടെ ചേർക്കുക. എന്നിട്ട് പാലിൽ പുഴുങ്ങുക. മനസ്സിലായോ? അപ്പോൾ നമ്മൾ 2-3 ടീസ്പൂൺ നമ്മുടെ വിശപ്പിനനുസരിച്ച്, നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് 1/2 ഗ്ലാസോ 1 ഗ്ലാസോ വെള്ളത്തിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച് അതിലേക്ക്
പാലും കൂടെ ചേർത്ത് നന്നായി തിളപ്പിച്ച് വറ്റിച്ച് കുറുക്കിയെടുത്തിട്ട് അങ്ങനെ ആ പാൽക്കഞ്ഞി പോലെ കഴിക്കാറുണ്ട് ഇത്. ഗർഭിണികൾ പ്രസവശേഷം കഴിക്കും, ഞാൻ പറയാം. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഹോർമോൺ ലെവൽ കൂടുന്നതിന്, സ്പെം കൗണ്ട് കൂടുന്നതിനൊക്കെ രാവിലെ പാലും കൂടി ചേർത്ത് തിളപ്പിച്ചിട്ട് വേണം, വേവിച്ചിട്ട് വേണം, പാലിൽ പുഴുങ്ങി വേണം കഴിക്കാൻ. അപ്പോൾ ഈ സ്പെം കൗണ്ട് കൂടുന്നതിനും മോട്ടിലിറ്റി കൂടുന്നതിനും സഹായിക്കും. ഇനി അതുപോലെ മുലപ്പാൽ കുറവുള്ള സ്ത്രീകളുണ്ടാവും, ഡെലിവറിക്ക് ശേഷം മുലപ്പാൽ കുറവാണെങ്കിൽ ഇത് ഈ ഉലുവ പാലിൽ വേവിച്ച് അരച്ചിട്ട് മിക്സിയിൽ അടിക്കുക, എന്നിട്ട് അതിങ്ങനെ ഒരു ഡ്രിങ്ക് പോലെ കുടിക്കാം. രാവിലെയും വൈകിട്ടും ഭക്ഷണത്തിന് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുമ്പ് കുടിക്കുന്നത് മുലപ്പാൽ വർദ്ധിക്കുന്നതിന് സഹായിക്കും. ഒപ്പം തന്നെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് നല്ല. ഇതിൽ ധാരാളം പൊട്ടാസ്യവും അയണും വൈറ്റമിൻ എയും കെയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി മറ്റൊരു കോംപ്ലിമെൻറ്റ് എന്താണെന്നറിയോ, ഹെയർ ഗ്രോത്തിന് ബെസ്റ്റാണ്, ഹെയർ ഗ്രോത്തിന്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ നന്നായിട്ട് വെള്ളത്തിൽ അരച്ചെടുത്തിട്ട് തൈരും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, കുളിക്കുന്നതിന് മുമ്പ് ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ നേരം തലയോട്ടിയിൽ നന്നായിട്ട് റബ്ബ് ചെയ്ത് പിടിപ്പിക്കുക. അങ്ങനെ ഒരു 2 മിനിറ്റ് നേരം, എന്നിട്ട് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ടും സഹായിക്കും. അതിന് വേണ്ട ഘടകങ്ങളൊക്കെ ഉലുവയിലുണ്ട്. അപ്പോൾ അതിനായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അരച്ചെടുത്തിട്ട് തൈരും കൂടി നന്നായി യോജിപ്പിച്ചിട്ട് തലയിൽ നന്നായിട്ട് ഷാമ്പു ഇടുന്നതിന് പോലെ നന്നായിട്ട് റബ്ബ് ചെയ്യുക. തലയോട്ടിയിൽ സ്കാർപ്പിൽ തേച്ച് പിടിപ്പിച്ച് 2-3 മിനിറ്റ് മതി. അതിൽ കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ തണുപ്പ് ഇറങ്ങിയിട്ട് നമുക്ക് കോൾഡും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 2-3 മിനിറ്റ്സ് മതി, അത് കഴിഞ്ഞാൽ വാഷ് ചെയ്ത് കളയാം. ഇത് ആഴ്ചയിൽ 1-2 പ്രാവശ്യം ചെയ്യുന്നത് ഹെയർ ഗ്രോത്ത് വരുന്നതിനുണ്ടാവും. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്കിൻ ഗ്ലോക്കൊക്കെ, മുഖത്തൊക്കെ ചെറിയ ചുളിവുകളും ചെറിയ ചെറിയ പാടുകളും അങ്ങനെയൊക്കെയുള്ള ചെറിയ പിമ്പിൾസ് പോലെയൊക്കെയുള്ളവരില്ലേ, ഈ തയ്യാറാക്കിയ സംഗതി കൊണ്ട് നല്ല സ്ക്രബ് പോലെ ഉരച്ച് കഴിക്കുന്നൊക്കെ നല്ല ഗ്ലോയിങ് ഗോർജിയസ് സ്കിന്നൊക്കെ ആവും ഫേസിന്, മനസ്സിലായോ? അതിനും സഹായിക്കും. അപ്പോൾ അതും ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുത്ത് തൈരും ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം സ്ക്രബായിട്ട് ഫേസിലിടാനായിട്ട്. അതിനും ഗുണം ചെയ്യും. ഓക്കെ, അപ്പോൾ ഹെയർ ഗ്രോത്തിന് നല്ല ബ്യൂട്ടി കോസ്മെറ്റിക് പോയിന്റ് ഓഫ് വ്യൂലും ഇതിന് ആക്ഷൻ ഉണ്ട്. വെയിറ്റ് റിഡക്ഷന് പറ്റും. BP, ഷുഗർ, കൊളസ്ട്രോൾ, തൈറോയിഡ് ട്രൈഗ്ലിസറൈഡ് ഇത്രയും സംഗതികൾ കുറയുന്നതിന് സഹായിക്കും. ഇനി നമുക്ക് അസിഡിറ്റി കുറയാനായിട്ട് നന്നാവും. അസിഡിറ്റി ഉള്ള കേസുകളിൽ എന്ന് വെച്ചാൽ ഇവന് ഇച്ചിരി തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അത്യഗ്നി, ഭയങ്കര ഭക്ഷണം എത്ര കഴിച്ചാലും പിന്നെയും വിശപ്പ് തോന്നുക, വയറ് കളിച്ചുണ്ടാവുക, ഇത്തരം രോഗാവസ്ഥകളില്ലേ, അസിഡിറ്റി കൂടിയിട്ടുള്ള അവസ്ഥ. അപ്പോൾ ഇവർ ഈ പതിവായിട്ട് ഉലുവ കഴിച്ച് കഴിഞ്ഞാൽ അവരുടെ വിശപ്പ് ക്രമേണ കെട്ടുവരും. ഒരുപാട് പുളിച്ചതായിട്ടുള്ള നെഞ്ചിരിച്ചിലൊക്കെ ഉണ്ടാകുന്ന അസിഡിക് കണ്ടീഷനില്ലേ, അത്തരം അവസ്ഥയിൽ ഇത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിതെല്ലാം ഒരു ഡോക്ടർ, ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് അതിൻ്റെ ഡോസും സമയവും അളവൊക്കെ നിശ്ചയിക്കണം കേട്ടോ. അല്ലാതെ നേരെ ഓടിച്ചാടി ഉപയോഗിക്കേണ്ട. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്ത കണ്ടീഷൻസ് ഉണ്ട്. അതായത് നമുക്കിതിലേ കിഡ്നിക്ക് ആരോഗ്യത്തിന് നല്ലതാണ്, കിഡ്നിയുടെ ഹെൽത്തിന് നല്ലതാണ്, മനസ്സിലായോ? ആ കാൽസ്യം ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ ഞാൻ പറയാൻ വിട്ടുപോയതിന് അത് കുറയ്ക്കാനായിട്ട് കാൽസ്യം ഫോമേഷൻ ഡിലേ ആക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനും സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് കിഡ്നിയുടെ ആരോഗ്യത്തിന് നല്ലതാണ്, കിഡ്നി സ്റ്റോൺ വരാതിരിക്കുന്നതിനൊക്കെ നല്ലതാണ്. അങ്ങനെ ഒരു ഗുണം കൂടി ഇതിനുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ദോഷം എന്താ വെച്ചാൽ ഇച്ചിരി തണുപ്പാന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ആസ്മയൊക്കെ ഉള്ളവർ, വീസിങ്ങോ ആസ്മയൊക്കെ ഉള്ളവർ കഴിക്കേണ്ട. അത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആസ്മയും വീസിങ്ങിൻ്റെ അറ്റാക്ക് വീണ്ടും ട്രിഗർ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആസ്മയുള്ളവരും വീസിംഗ് ഉള്ളവരും കഴിക്കാതിരിക്കുന്നതായിരിക്കും ഉചിതം. ഓക്കെ, അത്തരക്കാർ ഇത് കഴിക്കേണ്ടതായിരിക്കും. പിന്നെ മറ്റൊരു സംഗതി, ഇത് റെഗുലറായിട്ട് ലേഡീസ് കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റേ പീരീഡ്സ് ഒക്കെ ഒരു 2-3 ഡേയ്സ് ഏർലി ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ യുട്രൈൻ മസിൽസിൻ്റെ കൺട്രാക്ഷൻ എക്സ്പാൻഷൻ ഉണ്ടല്ലോ, ആ ആക്ഷൻ കൂടുന്നതിന് സഹായിക്കും. അങ്ങനെ ഒരു പ്രവർത്തനം കൂടി ഉണ്ട് ഉലുവയ്ക്ക്. അപ്പോൾ അതിനായിട്ട് എങ്ങനെ ഉപയോഗിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് ചെറുതായിട്ട് വറുത്ത് പൊടിക്കണം. ചട്ടിയിലൊന്ന് വറുത്ത് പൊടിച്ചിട്ട് അത് ചൂടുവെള്ളത്തിൽ കലക്കി കഴിക്കുക. അങ്ങനെയാണ് അത്തരം പർപ്പസിന് ഉപയോഗിക്കുക നന്നാവുക. ഈ യുട്രസിൻ്റെ പ്രവർത്തനങ്ങൾ ശരിയാവാനൊക്കെ. അപ്പോൾ ഗർഭകാലത്ത് ഉപയോഗിക്കേണ്ട. നമുക്ക് ഒരു ഗർഭത്തിൻ്റെ ആദ്യാവസ്ഥയിൽ കഴിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഗർഭിണികൾ പൊതുവെ ഒഴിവാക്കുകയാണ് നല്ലത്. എന്താ വെച്ചാൽ യുട്രൈൻ കൺട്രാക്ഷൻ വരുമ്പോൾ നമുക്ക് പ്രിമച്വർ ഡെലിവറിക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പ്രഗ്നൻസി പീരീഡിൽ വേണമെങ്കിൽ ഒഴിവാക്കാം. ഡെലിവറിക്ക് ശേഷം ഉണ്ടല്ലോ, ഡെലിവറിക്ക് ശേഷം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 7-14 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് വിശപ്പൊക്കെ ശരിക്കായി വായുവിൻ്റെ തടസ്സങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ഇതുപോലെ പാലിൽ പുഴുങ്ങി കഴിക്കുകയൊക്കെ ചെയ്താൽ മുലപ്പാൽ വർദ്ധിക്കുന്നതിന് നന്നാവും, കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇത് ഡെലിവറി കഴിഞ്ഞ് കുറേ മുടിയൊക്കെ കൊഴിയുന്നവരുണ്ട്, ആ ഹെയർ ഗ്രോത്തിന് സഹായിക്കും. അതുപോലെ തന്നെ പീരീഡ്സ് കറക്റ്റ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കാവും. ആ വയറ് ചുരുങ്ങുന്നതിന് ഇതിനൊക്കെയാണ് ഇത് ഉലുവക്കഞ്ഞി പാൽക്കഞ്ഞിയായിട്ട് ഉലുവ കഞ്ഞി വെച്ച് കൊടുക്കും പ്രസവരക്ഷയുടെ ഭാഗമായിട്ട്. അതൊക്കെ ഇതിനു വേണ്ടിയാണ്. ആ കൺട്രാക്ഷൻ യുട്രസൊക്കെ കൺട്രാക്ട് ചെയ്ത് പഴയ പൊസിഷനിലേക്ക് വരാനായിട്ട് സഹായിക്കും. അതുപോലെ ആ കൺട്രാക്ഷൻ എക്സ്പാൻഷൻ ആ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും പീരീഡ്സ് ഒക്കെ കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാനും ആ ഫ്ലോ കറക്റ്റ് ആവാനും എന്തെങ്കിലും ദുഷിച്ച ആ കഫം കെട്ടി നീർക്കെട്ടൊക്കെ ശരീരത്തിൽ ഈ ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന ആ നീർക്കെട്ടൊക്കെ ഗർഭാശയ ശുദ്ധി വരുത്തുക, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതിനും ഈ ഉലുവ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒട്ടനവധി ഗുണങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളിത് കിച്ചണിൽ ഉപയോഗിക്കുന്നത്, മനസ്സിലായോ? ഉലുവ തന്നെ കഴിക്കാത്ത രസമൊന്നുമില്ല. പക്ഷെ നമ്മൾ കറികളിലും സാമ്പാറിലൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ആ മണവും ആ വറുത്ത് പൊടി ചേർത്ത് വരുന്ന സ്മെല്ലിനും സാമ്പാറിനൊക്കെ ഉലുവയുണ്ടെങ്കിൽ എന്ത് രസമാണ് അല്ലേ? അതുപോലെ ഇഡ്ഡലിയിലും പല സംഗതികളിലും ചേർക്കും അത് ചെറുതിങ്ങനെ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ആരോഗ്യം, ഡൈജസ്റ്റീവ് സിസ്റ്റം, നമ്മുടെ ഓർഗൻസിന്, കിഡ്നിക്കും ലിവറിനും ഒക്കെ ഫംഗ്ഷൻ, പാൻക്രിയാസിൻ്റെ പ്രവർത്തനങ്ങൾ, ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രോപ്പർ ആവുന്നതിന്, ഈ ഗ്യാസ് ട്രബിൾ ഉണ്ടാകാതിരിക്കുന്നതിനൊക്കെ സഹായിക്കും.
അതിനും കൂടി വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹെയർ ഗ്രോത്തിന് നല്ലതാണ്, കണ്ണിന് നല്ലതാണ്, മുലപ്പാലുണ്ടാകുന്ന നല്ലതാണ്, പീരീഡ്സ് ഡിലേഡ് പീരീഡ്സിലൊക്കെ ഉപയോഗിക്കാം. എക്സസീവ് ബ്ലീഡിംഗ് ഉള്ളവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ നേരത്തെ ആവുന്നതിനും 2-3 days ഒക്കെ ഏർലി പീരീഡ്സ് ആവുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ അത്രക്കാർ കഴിക്കേണ്ട. തീർച്ചയായിട്ടും ആസ്മ വീസിംഗ് ഉള്ളവർ ഉപയോഗിക്കേണ്ട. ബാക്കി എല്ലാവർക്കും ഒന്ന് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. ഒരുപാട് ഗ്യാസ് ട്രബിളും ബെൽച്ചിങ്ങും പുളിച്ചിങ്ങും ഒക്കെ തേട്ടിലൊക്കെ ഉണ്ടാകുന്ന കണ്ടീഷൻസില്ലേ, അത്തരം അവസ്ഥയിൽ ഉപയോഗിക്കാം. അതും നിയന്ത്രിക്കുന്നതിന് സഹായിക്കും. അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളുള്ള ഒരു സംഗതിയാണ് ഉലുവ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്ന വീഡിയോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും ഉപകാരപ്പെട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അതിൻ്റെ അടുത്ത് വരുന്ന ബെല്ലൈക്കണം ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടും. വീഡിയോ ഇഷ്ടമായില്ലേ? എന്നാൽ മറ്റൊരു വീഡിയോയിൽ അടുത്ത ദിവസം വീണ്ടും കാണാം. നാളെ 3 മണിക്ക്. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ. ആദ്യം ആയുർവേദം. ഉലുവയുടെ കാര്യത്തിലേ ഒരു ബോണസ് പോയിന്റ് കൂടി ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് വാതരോഗികൾക്ക് ആയുർവേദം താല്പര്യമുള്ള ഈ ചാനലിൽ ആരാധിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഇതൊരു ബോണസ് പോയിന്റ് ആട്ടോ. അതായത് നിങ്ങൾക്ക് ഈ രക്തവാത രോഗികൾക്ക്, സന്ധിഗതവാത രോഗികൾക്കൊക്കെ ഈ ജോയിൻറ്റ് പെയിൻ ഒക്കെ ഉണ്ടാവില്ലേ, അതായത് എൽബോ ജോയിൻറ്റ് പെയിൻ, റിസ്റ്റ് ജോയിൻറ്റ് പെയിൻ, നീ ജോയിൻറ്റ് പെയിൻ ഒക്കെ ഉണ്ടാവില്ലേ, ഈ അവസ്ഥയിൽ ഈ സംഗതി ഉലുവ ആവശ്യമുള്ള അളവ് എടുത്തിട്ട് അത് നിങ്ങളുടെ ആ സൈസിന് ഏരിയയ്ക്കൊക്കെ അനുസരിച്ച് എടുക്കുക. അത് നന്നായിട്ട് വെള്ളത്തിലൊന്ന് കുതിർത്തതിന് ശേഷം വീണ്ടും വേവിക്കുക. ആ വെള്ളത്തിൽ വേവിക്കുക. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചിട്ട് ഒരു ജഗന്നാഥൻ ശീലയിൽ അതിങ്ങനെ നന്നായിട്ട് പുരട്ടുക. ഒരു കുഴമ്പ് പോലെ ആക്കിയിട്ടേ നമ്മൾ നോട്ടീസൊക്കെ ഒട്ടിക്കില്ലേ, ചുമരുമ പശ തേച്ച് ഒട്ടിക്കില്ലേ, അതേപോലെ ഈ ജഗന്നാഥൻ്റെ ശീല എടുത്തിട്ട് അതിൽ ഈ ഉലുവ അരച്ചത്, പുഴുങ്ങി അരച്ചെടുത്തത് ഇതിൽ പുരട്ടുക, ജഗന്നാഥൻ ശീലയിൽ പുരട്ടുക. എന്നിട്ട് അതിപ്പോൾ മുട്ടിലെ വേദന ആക്കിയ അത് നന്നായിട്ട് അങ്ങനെ പതിച്ചിട്ടിട്ട് ഒന്ന് ജഗന്നാഥൻ്റെ ശീല കൊണ്ട് ഇങ്ങനെ ബാൻഡേജ് ചെയ്ത് കിടക്കുക. ഒരു രാത്രി മുഴുവൻ കെട്ടി വയ്ക്കുക. ഇങ്ങനെ ലേപം ഇട്ട് ഉപനാഹം കിട്ടുക എന്ന് പറയില്ലേ, അതിന് ഉലുവ ഉപയോഗിക്കാം. ഉലുവ മാത്രം മതി. നന്നായിട്ട് പുഴുങ്ങി അരച്ചെടുക്കുക. ഈ ശീലയിൽ അരച്ച് പേസ്റ്റ് പോലെ പരത്തിയിട്ടിട്ട് നീ ജോയിൻസിൽ, അതായത് രക്തവാത രോഗികളിലും സന്ധിവാത രോഗികളിലും ഉണ്ടാകുന്ന വേദനയ്ക്ക്, പ്രത്യേകിച്ച് രക്തവാത രോഗികൾ, അത് ചെറുങ്ങനെ ചൂടുണ്ടാവും, ചെറുതായിട്ട് ചുവപ്പ് നിറുണ്ടാവും, പെയിൻ ഉണ്ടാവും, ചെറുതായിട്ട് സ്വെല്ലിങ് ഉണ്ടാവും. ഈ അവസ്ഥയിൽ ഇതിങ്ങനെ അരച്ച് ലേപിട്ട് കഴിഞ്ഞാൽ ഈ വേദന കുറയുന്നതിന് സഹായിക്കും. സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും, വേദനയ്ക്ക് സമാധാനം കിട്ടാറുണ്ട് ഒരുവിധപ്പെട്ടവർക്കൊക്കെ കേട്ടോ. എല്ലാവർക്കും ആയിക്കോണമെന്നില്ല, നിങ്ങളുടെ അവസ്ഥ അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ബോണസും കൂടെ പോയിന്റും കൂടെ പറയാൻ വേണ്ടി വിട്ടുപോയി, അതിപ്പോൾ ആഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ. ആദ്യം ആയുർവേദം.